Hello guys, welcome to Break Game. നിങ്ങൾ കേൾക്കണം എൻ്റെ വിഷമം, നിങ്ങൾ തന്നെ കേൾക്കണം. നിങ്ങളോടൊരു കുറച്ച് സപ്പോർട്ടല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, ഒരു ലൈക്ക് സബ്സ്ക്രൈബ് അല്ലേ ചോദിച്ചുള്ളൂ. അത് തന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളിൽ ഒന്നും പോകാൻ പോകുന്നില്ല. ഞാനൊരു പുതിയ വേൾഡിൽ പെട്ടുപോയി. കാരണം ഇതേ ആടിനെ കൊന്നിട്ട് ബാക്കി പറയാം. ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ അച്ഛൻ്റെ ഫോണിലാണ് ഗെയിം കളിക്കണതെന്ന്. എനിക്ക് സ്വന്തമായിട്ട് ഫോണില്ല. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണമെന്നല്ല, അത് നിങ്ങൾ എന്തായാലും കാര്യമാക്കി എടുത്തേ പറ്റൂ. കാരണം നിങ്ങളെ വിചാരിക്കണ പോലെ അല്ല. ഞാൻ ഈ ഗെയിമിനെ ആദ്യം കയറ്റിയ സമയത്ത് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ? ആ വീഡിയോൻ്റെ ബാക്കി കളിക്കാമെന്ന് വെച്ചാൽ എൻജോയ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ അച്ഛൻ ആ ഗെയിം അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. എനിക്കാ കഷ്ടമായി. ഈ വേൾഡ് കുറച്ചുകൂടി ബെറ്റർ വേൾഡാണ്. നല്ല ആടും. ഇതെന്താ ഗ്ലിച്ച് എന്ന് ഈ ബ്ലോക്ക് അങ്ങോട്ട് പൊട്ടിച്ചത് എയർ. ഡാ നിൽക്ക്. മമ്മീനെ കൊല്ലിടോനല്ല നിന്നെ കൊല്ലണ കാര്യം. നിൽക്കടാ നിൽക്കവിടെ നിൽക്ക്. ഒരു വെള്ളത്ത് കുത്തി. അവിടെ ഒരു വെള്ളാട്, ഒരു കറുത്താടിന് മുന്നേ ഒരു വെള്ളാട്. നേരെ പോയി ആ വെള്ളാടിൻ്റെ പോലെ. അവിടെ മരങ്ങളും ഉണ്ട്. അത് ശരിക്കും നിങ്ങൾ വിചാരിക്കണ പോലെയല്ല. അപ്പം എല്ലാം കറക്റ്റായല്ലോ. അടുത്ത ആള്. ഈ ലെവലിക്ക് ഇഷ്ടമായി ഉണ്ട്. ഞാൻ അധികം ചെമ്പി എൻ്റെ ഹങ്കർ കൂടും. ഫുഡില്ല. ആടിനെ കൊന്നാ ഫുഡ് കിട്ടും. ഫുഡ് കിട്ടിയാൽ സന്തോഷമാവും. നിക്കടാ കള്ള, അവിടെ നിക്കടാ കള്ള. കൊല്ലല്ലേ. ചാവുവേ. രാത്രിയായി ബെഡിൽ അങ്ങനെ ഞാൻ ചത്തുകൂടാ. ഒരാടിനും കൂടി ഞാൻ കണ്ടിരുന്നു. അതിന് മുന്നേ എൻ്റെ ബേസ് ടൂൾസ് ആർമേഴ്സ് ഉണ്ടാക്കാം. സുതി കാണിക്കുന്ന പോലെ ചെയ്താലേ വേണ്ട. അപ്പോൾ കോപ്പി റൈറ്റ് ചെയ്താലേ ഇനി എങ്ങാനും ഫസ്റ്റ് എൻ്റെ ബേസിക് ആർമേഴ്സ് ടൂൾസ് ഓൾ ഓഫ് തിങ്സ്. എനിക്ക് മറ്റേ വീടിൻ്റെ ആവശ്യമില്ല. ഒരേ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇത്. അത് ഇവിടെ ഇങ്ങനെ എടുത്ത് വെച്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തന്നെ. അങ്ങനെയല്ല, ഈ സ്റ്റിക്ക് ഇത് മതി. ഒരു പിക്കാക്സ്, ഒരു ആക്സ്, ഒരു സ്വോർഡ്, ഒരു ഷവൽ. ഇനി നമ്മുടെ ഐശ്വര്യമായിട്ട് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ തന്നെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് ഈ ഐലാൻഡിൽ കണ്ട ആടിന് ഈ സാധനത്തിനെ കുറിച്ച് ഞാൻ മുന്നേ ഒരു ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. അതും ശ്രുതിയുടെ വീഡിയോ കൊണ്ട് ഞാൻ പഠിച്ചതാണ്. സത്യമാണെങ്കിൽ ശ്രുതി ഒരു സംഭവം തന്നെ. ഇപ്പോൾ ഒരു 3 മതിയോ എനിക്കറിയില്ല. ഒരാടിനെ കൊല്ലണ കഷ്ടപ്പാട് ഇതായി പോകൂ. കുറഞ്ഞ് കിട്ടിയേനെ. ഇതിങ്ങനെ എടുത്ത് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ, എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ കാണാനില്ല. ഇതൊരു ആപ്പിള്. അതേ എടുക്കണല്ലോ ക്രാഫ്റ്റിംഗ് ടേബിൾ. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ ഇവിടെ വെച്ച് ഇതിന് വൈറ്റ് ഡൈ ആക്കാൻ പറ്റുന്നതാണ് ഞാൻ കേട്ടത്. യെസ്, വൈറ്റ് ഡൈ. അതെ, കറുത്ത ഊള് ഞാൻ വൈറ്റാക്കി. അത് കൊള്ളാലോ. ഇനി എനിക്കൊരു ബെഡ് ഉണ്ടാക്കിക്കൂടെ? കൊള്ളാം, എനിക്ക് കിട്ടി. ആദ്യമായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസിൽ ഒരു ബെഡ് ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷേ എന്ന് വെച്ചാൽ എല്ലാം തീർന്നില്ല. ഇനിയും വുഡ്സിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ഈ എപ്പിസോഡിൽ വീഡിയോ വയ്ക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നാൽ ആ വിചാരം ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് കണ്ടറിയാം. ശ്രുതിയുടെ മീനുക്കുട്ടീനെ കിട്ടുമോ? അപ്പോൾ എൻ്റെ തത്തയുടെ പേരെന്താ? ശ്രുതിയുടെ മീനുക്കുട്ടിയാണെങ്കിൽ എൻ്റെ
ബ്രേക്കി ബ്രേക്കി മോൻ. ഓക്കെ ഓക്കെ. ഇതെന്താ സാൻഡ്? ഓക്കെ, പച്ചണ അത്രയും ഫുഡ് എടുത്തോ. ഇന്ന് രാത്രി ഞാൻ സ്കിപ്പ് ചെയ്യും മോനെ. ഇന്ന് രാത്രി ഞാൻ സ്കിപ്പ് ചെയ്യുന്നേ. എൻ്റെ ബെഡ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇവിടെ എൻ്റെ ബെഡ്. ഞാനിവിടെ ഇങ്ങനെ ഉറങ്ങിക്കോ. ഓക്കെ, നീ ഇവിടെ ഞാൻ എന്തായാലും ഇവിടുവാ. ബെഡാച്ചി അതേടെ കൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ബെഡ് പോയിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കി. ഇതേ ആപ്പിള് വെറുതെ എങ്ങനെ കിടന്ന് എൻ്റെ ഫുഡ് കിട്ടും എനിക്ക്. പോവട്ടെ വേഗം പോവട്ടെ. ഇവിടുന്ന് മറ്റേ സാധനം കിട്ടുമോ? AC പിക്കിൾ ഇവിടുന്ന് കിട്ടുന്നുണ്ടാവില്ല അല്ലേ? ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ മറ്റേ അവൻ കാണാതെ ഇങ്ങനെ ഇറങ്ങി ഇതെങ്ങനെ കയറി. ഹലോ പൊട്ടാ ഡാടാ കണ്ണു കളിച്ചു വേണ്ട. ഇതിവിടെ എത്ര എൻ്റെ വീട് ഇവിടെ ആയിട്ട് വരും. എൻ്റെ കയ്യിൽ എത്ര ഫുഡുണ്ട്? 11 ഫുഡെങ്കിൽ 11. നമുക്കൊരു ചെറിയൊരു നല്ലൊരു വീടുണ്ടാക്കാം. അത്രയ്ക്ക് സൂപ്പറാക്കിയിട്ടൊന്നും ഉണ്ടാക്കണ്ട. ബ്ലോക്ക് ഫുള്ള് ഇതാക്കിയിട്ട് 44 കിട്ടും. എന്നൊരു സ്റ്റാക്ക് ആവുന്ന സൂപ്പറായേനെ. കുഴപ്പമില്ല, നല്ല തന്നെയാണ്. എന്നാൽ നമുക്ക് ഈ എപ്പിസോഡിലൊരു നല്ല വീട് പണി വെച്ചാലോ? ഒരു സിമ്പിൾ ആൻഡ് ബേസിക് ഹൗസ്. ഗൈസേ, ഞാനേ ശവലുണ്ട് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, ഞാനിവിടെ ഒരു പാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് കഷ്ടപ്പെട്ട്. ഇതെന്താ പറ്റി മണ്ണിന്? ഞാനിങ്ങനെ ചെക്ക് ചെയ്ത് കൊടുത്താലേ. എന്നാൽ ഈ മണ്ണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? സംശയം ഉണ്ടല്ലോ. ഇത് വളരെ വിശാലമായൊരു സൂപ്പറായൊരു സ്ഥലമാണ്. എങ്ങനെയുണ്ട് ഞാൻ വീടുണ്ടാക്കാൻ എടുത്ത സ്ഥലം? ഇവിടെ ഒരു മത്തങ്ങയൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു വില്ലേജ് കിട്ടുകയാണെങ്കിൽ സീനായതിന്. പണ്ട് ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കളിക്കണ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു മത്തങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തായിട്ടൊരു വില്ലേജ് പൊട്ടി ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇപ്പം അതൊക്കെ പോയി. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഈ മത്തങ്ങ കിട്ടിയ ഞാനിപ്പോൾ ഇതല്ലല്ലോ നോക്കുന്ന. ഇവിടെ ഞാൻ തുടങ്ങി റീസ്പോൺ എന്ന് പറയുന്നത് സ്പോണായ സമയത്ത് ഒരു കുഞ്ഞു കേവ് കണ്ടിരുന്നു. ഇതാണ് ഞാൻ ഉള്ളിക്കുണ്ട്. അത്യാവശ്യം ആ കേവ് ഇടലും കാണാൻ പറ്റുമോ നോക്കട്ടെ. കാണാനാവോ? കാണാനില്ല. എവിടെ പോയി? നോ വേ ടു ഹോം ബ്രോ. എൻ്റെ വീടിൻ്റെ സ്ഥലത്ത് ഞാൻ എൻ്റെ ബെഡ് വെച്ച് ഒരു റീസ്പോൺ പോയിന്റ്. ഓക്കെ കുട്ട സുമ്മൻ ഇതാമല്ലോ. ഹലോ ട്രൈഡൻ്റ് ഇല്ലാത്ത ബ്രോ. ഇവിടെ
എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വേണമെങ്കിൽ നിന്നെ ഒരു അടി അടിക്കും. പോടാ പോടാ. പേടിച്ചോടണം അവൻ. കണ്ടേ ഇപ്പം ഞാൻ പേടിച്ചോടും തോന്നുന്നു. മഴയാണ്, സോംബി സ്പോണാവും. കേവ് കിട്ടുമോ നോക്കട്ടെ. കേവ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ സൂപ്പറായേനെ. ഇവിടെ കേവ് ഇല്ല തോന്നുന്നു ഗൈസ്. എന്ന് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ കേവ് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് ആ ഇത് കിട്ടായിരുന്നു. അയൺ കിട്ടിയേനെ, അല്ലെങ്കിൽ കോള്. എനിക്കൊരു സംശയം, ഇത് സുധിയുടെ വീട് കേവാണോ? കേവല്ലെന്ന് പറയുന്നു. ഓക്കെ, എൻ്റെ സംശയമൊക്കെ തീർന്നു. ഇനി എൻ്റെ വീട് എവിടെയാ നോക്കുക. വഴി മറന്നു. ഇവിടെ ഒന്നും നല്ല കേവ് കാണാനില്ല എൻ്റെ ഗൈസ്. പാലും വെള്ളത്തിൽ കിട്ടി, അല്ലെങ്കിൽ പാലും വെള്ളത്തിൽ പണി കിട്ടി. പാലും വെള്ളം ഉണ്ടാക്കി കുടിച്ചാൽ എത്ര പ്രശ്നമുണ്ട്. ഓ, ചാർജ് കുറഞ്ഞു തുടങ്ങി ഗൈസ്. വീഡിയോ ലോങ് ഇല്ല, ഷോർട്ട് വീഡിയോ. കാര്യം നോക്കണമെങ്കിൽ സുധിയുടെ വീഡിയോയിലുണ്ട്. ആ കാര്യം നോക്കണമെങ്കിൽ എനിക്കൊരു ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ അതിപ്പം നടക്കുന്നു. ഞാൻ കുത്തിവെച്ച് വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ, ശ്രമിക്കുക. ഞാനൊന്നിത് കുത്തിയേക്കട്ടെ. കേക്കുണ്ട്. ഓക്കെ, സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇനി എന്തായാലും പുതിയ ഷവലുണ്ടാക്കാനൊക്കെ മടിയാ. ഞാൻ നിൽക്കേ ഒഫീഷ്യലി ഈ എവിടാ വീട്ടിലുള്ള പ്ലേസ് എവിടെ? ഐ ആം ലോസ്റ്റ്. ആടെ നീ എൻ്റെ വീഡിയോ കണ്ടായിരുന്നാ? ഇല്ലെന്നാ പോടാ, പറ്റിക്കുക അവൻ. ഇല്ലെന്ന്. എൻ്റെ ബെഡിൻ്റെ അടുത്തല്ലേ ഞാൻ നിൽക്കണ്ടായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് എവിടെ പോയി? എന്നെ സാൻഡ് എടുക്കാനാണെങ്കിൽ വലിയ പ്രശ്നമില്ല. അപ്പോൾ അതേ ഇവിടേക്കാണ് എൻ്റെ വീട്. അതേ മത്തങ്ങ അപ്പം അവിടെ തന്നെ ഉണ്ട്. ഇവിടെ നിന്നാണ് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ചെറിയ പ്രശ്നം. മത്തങ്ങ ഇതേ ഞങ്ങൾ മൈൻഡ് ചെയ്ത പ്ലേസ്. പക്ഷെ വേർ ഈസ് മൈ ബെഡ്? ഇനി ബെഡെങ്ങനെ ആടെ ജനിച്ചു വന്നോ? ആടാ നീ എൻ്റെ ബെഡ് കണ്ടാടാ? എവിടെ? ഞാനിവിടെ എവിടെയായിട്ട് വെച്ചതാണല്ല. ബെഡിന് ഞാൻ എൻ്റെ കയ്യിലുണ്ടാ? ഇല്ല. എവിടെ? ഓക്കെ, ഇവിടെ മൈൻഡ് ചെയ്തിരുന്നു ഞാൻ. അതേ ഇടങ്ങണു എൻ്റെ ബെഡ്. മോനെ ബെഡേ, ആളെ പറ്റിക്കില്ലേ. ഇവിടെ 2 പ്ലാങ്ക് വെച്ചേക്കാം. ഞാൻ ഇവിടെയാണ് എൻ്റെ ബെഡെന്ന് അറിയുന്നത്. ഇനി ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങോട്ട് വെക്കുക. പുതിയൊരു ഷവലുണ്ടാക്കാം നമുക്ക്. സ്റ്റോൺ ടൂൾസിൻ്റെ ആവശ്യം വരുന്നു. മാറിക്കടാ, മാറി. നമുക്ക് ഇവിടെ തന്നെ പോയേക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങടാ. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ സ്റ്റോൺ കണ്ടുവരെ ഇങ്ങനെ ചെയ്യണം. ഞാൻ അതേ സ്റ്റോൺ കണ്ടല്ലോ. തേടിയ വള്ളിക്കാലി ചുറ്റി ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ 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 അമ്പട പുളുസു. ഇത്ര എടുത്തിട്ടുണ്ടായിരുന്ന തേടിയ വള്ളിക്കാലി. ഇതെങ്ങനെ ആർക്കെങ്കിലും ഇത്ര ഭാഗ്യമുണ്ടോ? 3 സ്റ്റോണൊക്കെ ഉണ്ടാവില്ലേ? ഒരു സ്റ്റോൺ പിക്കാക്സ്. സ്റ്റോൺ പിക്കാക്സ് എന്താണ് കുറവ്? സ്റ്റോൺ ആക്സിന് എന്താ കുറവ്? സ്റ്റോണാ? ഒരു സ്റ്റോണല്ലേ? അതിന് മുമ്പേ ഞാൻ എൻ്റെ അയൺ മൈൻ ചെയ്യട്ടെ.
താങ്ക് യു താങ്ക് യു താങ്ക് യു. കേവിൻ്റെ അവിടെ മാർക്ക് ചെയ്തിടേണ്ടി വരും. കുളിച്ച സ്ഥലം അതേ ഇരിക്കുന്നു. ഇതും മറക്കാതിരിക്കാം. ഇവിടെ 1 2 ഓക്കെ. സ്പാരോസ് കിട്ടിയേ. ഒന്നിന് പിന്നെ അമ്മേ പോടാ 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 പോടാ. ഭാഗ്യം. എൻ്റെ അമ്മോ, ഞാൻ ചത്തു. ഞാനിപ്പോൾ പോയേനെ എൻ്റെ ജീവൻ. ഇതിങ്ങനെ എടുക്കുക. ഓക്കെ. അപ്പോൾ കണ്ണും കാണാൻ കുറച്ച് സേഫ്റ്റി ഉണ്ട്. അവനെ കുറച്ച് ഇരുട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് കയറി വന്നിട്ടേ എന്നെ സാർ എന്തായാലും ഇരുട്ടല്ലേ, എനിക്ക് അവിടെ സേഫാ പറഞ്ഞിട്ടേ കയറി വരണോണ്ടാ. ഓക്കെ. എത്രയാണ്? 1 2 3. ഇത് ഒരുപാട് അല്ല, എന്നാലും ഇത്ര അടിയിൽ കിട്ടുമോ? -14 അതൊന്നിപ്പോൾ നോക്കണ്ട. എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇതെന്തത്? എനിക്കൊരു സംശയം. ഞാൻ ഈ ഗെയിം തുടങ്ങിയപ്പോൾ തന്നെ ഒരു ക്രിയേറ്റീവ് വേൾഡ് ഉണ്ടായിരുന്നു, സർവൈവൽ വേൾഡ് ഒരു തന്നിരുന്നു. നോക്കിയപ്പോൾ അത് അത്യാവശ്യം നല്ല വേൾഡായിട്ട് എനിക്ക് തോന്നി. കണ്ടപ്പോൾ കയറി ആ വേൾഡ് ആയതുകൊണ്ടാണ് ഇനി പ്രശ്നം. സാരല്ലേ, ഇനി എന്തായാലും ആയം കിട്ടിയില്ലേ. കോളും കൂടി ഇതുപോലെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. ഇത് വേണ്ട. അതേതിങ്ങനെ ഓടിച്ച് പുറത്തു പോയി കിടന്നുറങ്ങാനുള്ള സമയമായി. അയ്യോ, നൈറ്റായി. കിടന്നുറങ്ങിയേക്കാം. ഹോബീസ് സ്റ്റൈൽസ് ഒന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. കുട്ടേട്ടാ, ഞാൻ മനുഷ്യനല്ല. വാ പോടാ 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 പോ. റോട്ടം ഫ്ലഷ് കൊണ്ട് വന്നിക്കാമേ. വേഗം ഉറങ്ങ്. ഓക്കെ. സന്തോഷം. മോർണിംഗ് ആയി. ഈ മഴയൊന്ന് അത്യാവശ്യം മാറിക്കിട്ടിയാണ്. 11 വുഡുണ്ട്. ഇത് വെച്ചൊരു ഫർണസ് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫൈനലി ഒരു ഫർണസ്. ഞാനൊരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ വിലപ്പെട്ട സാധനങ്ങൾ അതിൽ സൂക്ഷിക്കും ഞാൻ. എങ്ങനെ ക്രീപ്പർ ഒന്ന് ഞാൻ മരിച്ചാലേ അതുകൊണ്ട് എൻ്റെ അയൺ വിലപ്പെട്ടത്. നീയും ഇനി എൻ്റെ ഫർണസ് എവിടെ? വജുറായുധം എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ വീടുണ്ടാക്കില്ല. ഒരു തെറ്റ് പറ്റി. ഞാൻ പോയി കുറച്ച് വുഡ് കളക്ട് ചെയ്തിട്ട് വരാം. വെള്ളത്തിൽ നിന്ന് കയറി ഞാൻ വിചാരിച്ച് ചത്തു. ഞാൻ പിക്കാക്സ് കൊണ്ട് അടിച്ച് കൊന്നു. അവന് അറ്റാക്ക് 3 എന്തോ ഉള്ളു പിക്കാക്സിന്. നോക്കോ, അവന് പൊട്ടിച്ചു വന്നാലോ? വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. നോ പറഞ്ഞാൽ നോ എന്നാണ് അർത്ഥം. എന്തായാലും നോ പറഞ്ഞാൽ നോ. വുഡ് സഹിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ പോലെ പ്രശ്നമുള്ളതുകൊണ്ടല്ല. കൊല്ലാൻ വന്നിരിക്കണവൻ. അവനെ തട്ടും. എനിക്ക് പേടി ഉള്ളതുകൊണ്ടൊന്നല്ല. അയൺ ആർമേഴ്സ് ഒന്നും മൊത്തം ആയില്ലെങ്കിൽ ആർക്കും പേടി ഉണ്ടാവില്ല. ഇവിടെ അമ്പുള്ളൂ. അത് പേടിയുള്ളതുകൊണ്ടല്ല. അവൻ്റെ അമ്പുള്ളതിൽ അവൻ്റെ അഹങ്കാരം ഞാൻ ഒന്ന് തീർത്ത് കൊടുക്കാനാണ്. ഈ 3 3 മതി. ഇനി എൻ്റെ വീടെവിടെ തപ്പി കണ്ടുപിടിക്കാൻ ഒരു വീട്ടോട്ടം. എൻ്റെ വീടുണ്ടാക്കുമ്പോൾ ദൂരെ നിന്നിട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ ഇങ്ങനെ അവിടെ കെട്ടിപ്പൊങ്ങിയത് എൻ്റെ വീടല്ല.
ഒരു വലിയ വീട്. ഓ, എന്ത് ഭംഗിയുള്ള വീട്. ഇത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്, എനിക്ക് പോലും തോന്നും. അല്ല, പറഞ്ഞ പോലെ എൻ്റെ വീട് എവിടെ? വീടല്ലല്ലോ, ബെഡ് വെച്ച സ്ഥലം എവിടെ? സോറി, അവിടെ നിന്നാണ് ഞാൻ ഓടി വന്നത്. അതേ ഇരിക്കുന്നു എൻ്റെ വീട്. ഇതിവിടെ 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 കാണാനുണ്ടോ അത് നിങ്ങൾക്ക്? എൻ്റെ ഷോർട്സിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഞാൻ ഇടുന്ന ഷോർട്സിൽ ഞാൻ ടക്കാഷിയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരു കിടിലം വൂഫായിട്ടുള്ള ബോസ് ഫൈറ്റ് ആയിരുന്നു. നിങ്ങൾ ആരും അത് കണ്ടില്ല. ആകെ ഒരു വ്യൂവേഴ്സ്. ആ കണ്ട ആൾക്ക് ഞാൻ ഒരു സല്യൂട്ടാണ്. ആരാണോ അത് കണ്ടോ ആൾക്കുള്ള സല്യൂട്ടാണ് ഞാനിപ്പോൾ തന്നിരിക്കുന്നത്. ഞാൻ സല്യൂട്ട് തന്നില്ല. വേണ്ട, ഇതിങ്ങനെ ഇൻപുട്ട് ഇവിടെ ഇവിടെ ഇതിങ്ങനെ വയ്ക്കുമ്പോൾ ഇതിങ്ങനെ കത്തി ഇതറിയാത്തവർക്കൊരു ഇൻസ്പിറേഷനാവും. അവർക്കിത് കിട്ടും. ഇത് ഞാൻ സുധീരുടെ കണ്ടതാണ്. ഇത് എനിക്കറിയണ്ടായിരുന്നില്ല. ചാർക്കോൾ കിട്ടും. എൻ്റെ ആ അയണൊന്ന് സ്മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതെടുക്കായിരുന്നു. എന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യായിരുന്നു. നമുക്ക് ഒരു ചാർക്കോളും കൂടിയല്ലേ ഉള്ളൂ. എന്തായാലും എനിക്ക് കോളിൻ്റെ ആവശ്യമുണ്ട് സത്യം പറഞ്ഞാൽ. ഒരേ ലീലി കത്ത്. ഇനി ഞാൻ ഇവിടെ കോൾ വയ്ക്കാൻ പറ്റുമോ? ഇവിടെ കോൾ, ഇവിടെ അയൺ. കത്താത്തെന്താ അയൺ സ്മെൽറ്റ് ആവാത്തെന്താ ആർക്കറിയാം. എന്തായാലും എൻ്റെ അയൺ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ എരി. ഇത് കൊള്ളാലോ. ഇതുവരെ ഞാൻ മറന്നു പോയല്ലോ. ഇവിടെ ഒരെണ്ണം വില്ലേജിൻ്റെ അടുത്തുനിന്ന് ട്രേഡേഴ്സ് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അവരെ പറ്റിക്കാൻ പറ്റുമോ നോക്കായിരുന്നു നമുക്കല്ലോ. ഇനി ഇവിടെ തന്നെ ഇതൊക്കെ വളരട്ടെ എന്നാ. ഇത് ഈ ചാർക്കോൾ കിട്ടിയിട്ട് എന്താ ബ്രോ, എന്താ ഉപകാരം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയില്ലെങ്കിൽ ടോർച്ച്, ചാർക്കോൾ വെച്ച് ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. നിങ്ങൾക്കറിയാമോ ഈ കാര്യം? അറിയില്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചോ. ഇപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം നമുക്ക് ടോർച്ച് കയ്യിലുണ്ടല്ലോ. ഇവിടെ ഒരു ടോർച്ചിരി, ഇവിടെ ഒരു ടോർച്ചിരി. എനിക്കാർക്കെങ്കിലും അറിയോ ഓഫ് ഹാൻഡിൽ എങ്ങനെ ടോർച്ച് വയ്ക്കാന്ന്? എനിക്കറിയില്ല. എന്തൊരു ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു മോനെ. പന്നിക്കുട്ട സുകുമാര പിഷ്കാവൂ. എന്നാ ഞാൻ നട്ട വളർത്തിയ ഇത് നോക്കുകയാണോ? എന്തായാലും നിന്റെ ഇറച്ചി ഞാൻ കുക്ക് ചെയ്ത് വയ്ക്കും. ഇറച്ചി ഇത് ഇങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇതിന് പകരം എൻ്റെ ഇതിങ്ങനെ സാറില്ല. നമുക്ക് ഇൻപുട്ടിനകത്ത് സാധനം കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നു. ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഫുഡെങ്കിലും ഓഫ് ഹാൻഡിൽ പിടിക്കാൻ പറ്റുമോ? അതോ മറ്റേത് ഓൺ ചെയ്താലേ ഫുഡും പിടിക്കാൻ പറ്റുള്ളൂ? നമുക്ക് നോക്കാതെ എൻ്റെ തീ ഇവിടെ കിടന്നു. ഫുഡ് ഓഫ് ഹാൻഡിൽ പിടിക്കാൻ പറ്റും. ഫുഡ് ഓഫ് ഹാൻഡിൽ പിടിക്കാനാവില്ല. എന്തായാലും മുണുങ്ങ്. അപ്പോൾ ഗൈസ് ഞാൻ ഒന്നുകൂടി പറയുന്നു, 1 പ്രോഗ്രസ് കണ്ട. ഈ വേൾഡ് തുടങ്ങിയത് എൻ്റെ ചക്കയാണ്. ഭാഗ്യം, വളരെ നല്ല ഭാഗ്യമാണ് എൻ്റേത്. സ്ക്രീൻഷോട്ട് എടുത്താലോ? ഇത് തമ്മിൽ കൊടുക്കാം. വിത്ത് മീ
ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ ഒരു കാര്യം നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പോൾ തേർഡ് പിക്സലിലേക്ക് മാറ്റിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോ എൻഡ് ചെയ്യാം. ഇതായിരിക്കും എൻ്റെ തംബ്ലൈൻ. യെസ്, കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫോട്ടോ വേണ്ടത് സ്റ്റീവ് വിത്ത് മീ പറയൂ ബൈ ബൈ. അപ്പോൾ നമുക്കിത് മാറ്റാം. വീഡിയോ ശരിക്കും ഫസ്റ്റ് പേഴ്സണിലേക്ക് തന്നെ മാറ്റണം. സെറ്റ് ബാക്ക്, ഐ ആം ബാക്ക് ഗൈസ്. ടാറ്റാ, സീ യു ലേറ്റർ. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും ബൈ ബൈ, സീ യു, ടാറ്റാ.